അമ്മിണിക്കുട്ടി കുളിക്കുന്നില്ലേ? അശുദ്ധിയൊക്കെ ഒന്ന് മാറട്ടെ. ഒന്ന് പോകുന്നുണ്ടോ? എന്താ ഇത്? ഇന്നലെ രാത്രി മുതൽ നീ എന്റെ കിടന്ന് ബഹളം വയ്ക്കാതെ. ഇന്ന് രാത്രിയിലും ഞാൻ വരും. മറ്റാരും അറിയണ്ട. ആരാ ഈ രാത്രിയിലൂടെ? കേശവൻകുട്ടി, എന്താ ഇത്? നിർത്തണോ? എടാ, ഞാനാണ് പറയുന്നത്, നിർത്താം. ഇന്ന് ഞാനിവിടെ കൊല്ലും. വിടാൻ പറഞ്ഞില്ലേ? ഇന്ന് ഞാൻ മിണ്ടാതിരിക്കാൻ. അനന്ത, കേശവൻകുട്ടി, ഈ പാതിരാത്രിക്ക് തമ്മിൽ തല്ലിച്ചാവാൻ ഇവിടെ എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്നോ? പോയി മോളോട് ചോദിക്ക്. നാലഞ്ച് നാളെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവനെന്നും രാത്രിയിൽ തന്റെ മകളുടെ കൂടെ നടന്നുകൊണ്ടിരുന്നേ. എടാ മഹാഭാവി, ദൈവത്തിന് ഇറക്കാത്ത പറയരുത്. പാതിരായ്ക്ക് വാദം തുറന്നു കൊടുക്കുന്ന മകളെ ചെന്ന് ശാസിക്ക്. കേശവകുഞ്ഞെ, ഇല്ലാത്ത പറയരുത്. ഓടാ ഓടാ അവിടുന്ന്. ദാ എന്നോട് ഇത് ചെയ്തല്ലോടാ. എനിക്ക് വയ്യ ഭവാനി. എനിക്ക് പറയാനുള്ള ഒന്ന് കേക്ക്. ഇനി ഒന്നും പറയണ്ട. നോക്കി നിൽക്കാതെ തല്ലി കൊല്ലണവനെ.
ഇനി അളിയൻ എപ്പോ വേണമെങ്കിലും അവളുടെ അടുത്ത് പോവാമല്ലോ. ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. നീ എന്താ കഴിക്കാത്തത്? എടുത്ത് കഴിക്കേ. എനിക്ക് വേണ്ട, ഞാൻ കൂടി നിർത്തി. ഇനിയിപ്പോ ബാറുകളൊക്കെ അടച്ചു പൂട്ടിയത് തന്നെ. യേശുൻകുട്ടി, ഇതൊക്കെ മഹാപാപമാണ്. മര്യാദക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതി ജീവിച്ചില്ലല്ലോ. നിന്റെ ശവം ആറ്റിൽ ഒഴി നടക്കും, മനസ്സിലായോ? ഇത് കഴിച്ചു, നിന്റെ ദുഃഖവും സഹതാവും ഒക്കെ മാറിക്കിട്ടും. കൃഷ്ണൻ നമ്മുടെ ആളല്ലേ. വന്നല്ലോ. കാത്തിരിക്കായിരുന്നു. വരണം വരണം. നമസ്കാരം നമസ്കാരം. വന്നോട്ടെ. ഇതെന്റെ കുടുംബ വീടാ. പണി മുഴുവൻ തീർന്നിട്ടില്ല. പക്ഷെ ബോംബെയിൽ എന്റെ മോനെ സ്വന്തമായിട്ട് ഒരു 5 നില കെട്ടിട്ടുണ്ട്. അതൊരു മാർവാടിക്ക് വാടക കൊടുത്തിരിക്ക. മോനെ മോനെ എടാ. ഓയ്യോ, ക്ഷമിക്കണം കേട്ടോ, മറന്നുപോയി. ഓടി കഴിക്കൂ. കേശവൻകുട്ടി, വാ വാ. ഇതാണ് എന്റെ മോൻ. എന്റെ മോനായതുകൊണ്ട് പറയില്ല, ഇത്രയും സൽഗുണ സമ്പന്നനായ ഒരു പയ്യനെ ഈ മലയാള ഭൂമി കിട്ടില്ല. മോനെ, നമ്മുടെ വേലായുധം കൊണ്ടുവന്ന ആലോചനക്കാരാ. കേശവൻകുട്ടി ബോംബെയിൽ പോയിട്ട് എത്ര നാളായി? 8 വർഷമായി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ വേലായുധം പറഞ്ഞിട്ടുണ്ടാവില്ലോ. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് ആകെ കൂടി ആണും പെണ്ണുമായി സുജാത മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ജാതകപ്പൊരുത്തം നോക്കി ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം കൂടെ നടത്താം. ശരി ശരി. എന്നാ നമുക്ക് അകത്തോട്ടിരിക്കാം. യാത്ര ചെയ്ത് വന്ന ക്ഷീണമൊക്കെ കാണുമല്ലോ. എന്താ എഴുന്നേൽക്കാം. അങ്ങോട്ട് നടക്കുക. സ്വന്തം വീട് പോലെ നമ്മള് കഴിക്കാൻ മതി. എനിക്ക് സങ്കടമുണ്ട് കുഞ്ഞെ. ദുഷ്ടനാ, ദുഷ്ടൻ. കുഞ്ഞിന്റെ സങ്കടം ദൈവം കാണുന്നുണ്ട്. നോക്കിക്കോ, അനന്തം കുഞ്ഞ് വരും. ശങ്കരേട്ടനും പറഞ്ഞു. കല്യാണത്തിന് ഞാൻ വരില്ല. മറ്റുള്ളവരുടെ അർത്ഥം വെച്ചുള്ള സംസാരവും നോട്ടവും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ. പൊന്നിക്കും ശങ്കരനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം.